നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അത് SP ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള രഹസ്യാത്മകമായൊരു നീക്കമായിരുന്നു. മൂന്നാമത്തെ കേസിൽ രാഹുലിനെ പൂട്ടുക എന്നത്. അതായത് ആദ്യത്തെ ഒരു കേസിൽ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പെൺകുട്ടി. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നു. ദിവസങ്ങളോളം പോലീസിനെ, അന്വേഷണ സംഘത്തെ ഒക്കെ പട്ടം ചുറ്റിച്ചുകൊണ്ട് അതായത് യാതൊരു രീതിയിലുള്ള പിടിയും കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്നു. രണ്ടാമത്തെ കേസ് വന്നപ്പോഴും സമാന സാഹചര്യം. പക്ഷെ മൂന്നാമത്തെ കേസിലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാകരുതെന്ന് പോലീസിൻ്റെ ഒരു നിർബന്ധമുണ്ടായിരുന്നു. അതെന്തായാലും വിജയിച്ചു. മൂന്നാമത്തെ പരാതി രഹസ്യാത്മകമായി സൂക്ഷിച്ച്, അങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പോലും അറിയിക്കാതെ, പുറം ലോകത്തെ അറിയിക്കാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത സ്പോട്ടിലാണ് ആ പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു അറസ്റ്റ് ഇപ്പോൾ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം അതിനൊക്കെ അനുവദിക്കുന്ന നാടാണ് നമ്മുടെ നാട്. അങ്ങനെയെങ്കിൽ രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഒരു വശത്ത് ശക്തമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ രാഹുൽ ശിക്ഷിക്കപ്പെടില്ല എന്നതടക്കമുള്ള വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും SP ജി പൂങ്കുഴലിയെ വിമർശിച്ചുകൊണ്ട് ഒരു അഭിഭാഷക രംഗത്ത് വന്നിരിക്കുകയാണ്. അഡ്വക്കേറ്റ് സതി നാരായണനാണ് ഫേസ്ബുക്കിലൂടെ SP വിമർശിച്ചിരിക്കുന്നത്. എന്താണ് വിമർശനം? ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ. അഡ്വക്കേറ്റ് സതി നാരായണൻ എഴുതുന്നു: ഒരു പണിയും ചെയ്യാതിരുന്ന് ഏതോ ഒരു നേരം ഏണി വെച്ച് സ്വയം പണി വാങ്ങിച്ചാൽ വെറുതെ ഇരിക്കുമ്പോൾ ആ BNS ആക്ട്, അറസ്റ്റ് ആൻഡ് പ്രൊസീജിയർ ഒക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ടായിരുന്നോ പൂങ്കുഴലി? പിണറായി വിജയനും P ശശിക്കും വിദ്യാഭ്യാസവുമില്ല, വിവരവുമില്ല. നിങ്ങൾ വലിയ IPS ആണെന്നും പറഞ്ഞ് കമ്മികൾ പറഞ്ഞത് ഏറ്റെടുത്ത് നടത്താൻ കോട്ടും വടിയും എടുത്ത് ചാടി ഇറങ്ങുമ്പോൾ പിണറായിക്ക് മുകളിൽ ഇന്നാട്ടിൽ കോടതിയുണ്ടെന്നും തനിക്ക് നാളെയും ശമ്പളം വാങ്ങണമെന്നും ഓർക്കണ്ടേ? പിണറായി വിജയൻ രാഷ്ട്രീയക്കാരനാണ്. അയാൾക്ക് ഇൻക്വിലാബ് വിളിക്കാൻ കുറേ കമ്മി സഖാക്കളുണ്ടാകും. നിങ്ങൾക്കോ പബ്ലിക് സെർവൻ്റ് ആണെന്ന് ഓർമ്മ വേണം. ഇതിപ്പോൾ അറസ്റ്റ് തൊട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് തൊട്ട് പരാതിക്കാരുടെ മൊഴി പോലും സാധുതയില്ല. എന്ത് മണ്ണാങ്കട്ടയായിരുന്നു നിങ്ങൾ ട്രെയിനിങ് സമയത്ത് പഠിച്ചത്? ഒരു സ്പോർട്സ് കോട്ടയായിരുന്നോ? ഇനിയുള്ള സമയം ആ നിയമപുസ്തകങ്ങളൊക്കെ പൊടിതട്ടി തുറന്നു വെച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഡിസിഷൻസ് ഒക്കെ നോക്കി കൗണ്ടറുകൾ തയ്യാറാക്കി തുടങ്ങിക്കോളും. ഇത് വ്യക്തി ജീവിതമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ചാടിയിറങ്ങി കെട്ടിടത്തിന് മുകളിലും പ്ലാവിലും മാവിലും ചാടിക്കയറാൻ സർക്കാർ ജോലിയാണ്. കോടതിയോട് ഉത്തരം പറയേണ്ടി വരും. വാൽകഷ്ണം രാഹുൽ വിഷയം ഊതി പുക പടർത്തി അന്തരീക്ഷം പുകമയമാണെന്ന് ഉറപ്പുവരുത്തി ശങ്കർദാസിനെ രാത്രി ആരും അറിയാതെ അറസ്റ്റ് ചെയ്തു. എങ്ങനെയാണെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതാണ് നിങ്ങളുടെ കയ്യിലുള്ള നിയമവും കോടതിയുടെ നിയമവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പ്രയോഗിക്കുന്ന നിയമങ്ങൾ ആൻസറബിൾ ആണ്. കോടതിയോട് ഉത്തരം പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ശമ്പളവും പെൻഷനും കിട്ടില്ല. ഒറ്റ വാക്കിൽ പറയാം, കോടതിയിൽ ഇരിക്കുന്നത് തലച്ചോറുള്ളവരാണ്. നിങ്ങളെപ്പോലെ വെറും ബോൺ വിറ്റിയല്ല. അപ്പോൾ ശരി എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണ് ഇത്തരത്തിൽ SP ജി പൂങ്കുഴലിക്ക് നേരെ അഡ്വക്കേറ്റ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ അതിജീവിതമാർക്കെതിരെയും അഡ്വക്കേറ്റ് സതി നാരായണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: രാഹുലിനെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ എന്തെല്ലാം അശ്ലീലങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. ഇന്നാട്ടിൽ സ്ത്രീകളെ ബലപൂർവ്വം പീഡിപ്പിച്ച എത്ര സഖാക്കളുണ്ട്? എന്ത് ചെയ്തു നിങ്ങൾ? മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി നിങ്ങളുടെ കൂട്ടത്തിലുള്ള MLAയുടെ മകളെയും ഏരിയ സെക്രട്ടറിയുടെ മകളെയും പീഡിപ്പിച്ചെന്ന കാര്യം വേദനയോടെ നിങ്ങളോട് ആ പിതാക്കന്മാർ വന്ന് പറഞ്ഞപ്പോൾ ചെറുവിരൽ അനക്കിയോ നിങ്ങൾ? ശശിയുടെ ഏത് അവയവത്തിൽ ായിരുന്നു തീവ്രത കുറവ്? നിങ്ങളുടെ മന്ത്രിസഭയിലും എന്തിന് ബ്രാഞ്ച് തലം മുതൽ AKG സെൻറ്റർ വരെ എടുത്താൽ നിങ്ങൾ കുറ്റം ചെയ്യാത്തവരായി വിരലിൽ എണ്ണാവുന്നവർ ഉണ്ടാവുമോ? അത് പേടിച്ചല്ലേ ഒരുത്തനെതിരെ ഒരു നടപടിയും എടുക്കാത്തത്? പിണറായി വിജയൻ എന്ന പേര് ചൊല്ലി വിളിച്ചെടുത്ത് നിന്ന് തുടങ്ങിയതല്ലേ നിങ്ങളുടെ പ്രതികാരം? നാടിൻ്റെ ഭരണത്തിൽ ശ്രദ്ധിക്കാതെ പ്രതികാരദാഹം കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് അധികാരക്കൊതിയല്ലേ? മന്ത്രിയുടെ കർമ്മപഥത്തിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിച്ചവനെ രക്ഷിക്കാൻ ഷൈൻ ടീച്ചറെ നിങ്ങൾ വെളുപ്പിച്ച് വെള്ളരിപ്രാവാക്കി. എന്തൊരു ഉളുപ്പില്ലായ്മയാണ്! സിനിമാശാലയിൽ മോർണിംഗ് ഷോ, മാറ്റ്നി, ഫസ്റ്റ് ഷോ എന്നീ ക്രമത്തിൽ പോയ ഇവരുടെയൊക്കെ ജീവിതമൊന്നും കൂട്ടത്തിലുള്ളവർ, അതായത് കൂടെ പോകുമ്പോൾ രഥമോടിക്കുന്നവർ തന്നെ പലരോടും വിളിച്ചു പറഞ്ഞ കാര്യമാണിത്. ഇനി പുറത്ത് പറഞ്ഞാൽ കൈവെട്ടും, കാലുവെട്ടും, വേണ്ടി വന്നാൽ തലയം വെട്ടുമെന്ന് ഇത്തിരി പോന്ന ശിശുക്കൾ വരെ വിളിച്ചു പറയുന്ന പാർട്ടി. അതുകൊണ്ട് ജീവിക്കാൻ കൊതിയുള്ളവർ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. രാഹുൽ പോയതും ചെയ്തതുമെല്ലാം അയാൾ ആഗ്രഹിച്ചവരുടെ കൂടെ. തുടക്കത്തിൽ ആർക്കും പരാതിയില്ല. തൻ്റെ ഇംഗിതത്തിന് അല്ലെങ്കിൽ തൻ്റെ വഴിക്ക് കിട്ടില്ലെന്നറിയുമ്പോൾ കേസ്, കോടതി. അന്തസ്സുള്ള സ്ത്രീകൾ ഭർത്താവിൻ്റെ കൂടെ വേറെ പുരുഷന്മാരെയും ഭർത്താവായി എടുക്കുമോ? കേസ് കൊടുത്ത ഏത് സ്ത്രീയാണ് ബലമായി പിടിച്ചുകൊണ്ടുപോയി ഇഷ്ടത്തിനെതിരായി പ്രവർത്തിച്ചെന്ന് മൊഴി തന്നിട്ടുള്ളത്? ഈ സ്ത്രീകളാരും 18 വയസ്സിൽ താഴെയല്ല. എല്ലാവരും വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ കഴിയുന്നവർ. അതൊന്നും പക്ഷെ തുറന്നു പറയില്ല. ഭർത്താവിൻ്റെ വേഷം കെട്ടുന്ന ഈ ഉണ്ണാക്കന്മാർക്ക് വല്ല അരിയും ആട്ടി ജീവിച്ചുകൂടെ? കൂടെ കിടക്കുന്നിടത്ത് നിന്നും ഇറങ്ങി 10-20 മണിക്കൂർ യാത്ര ചെയ്ത് വരികയാണ് നാട്ടുകാരെ കീഴ്പ്പെടുത്താൻ. ഇവറ്റകൾ എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിക്കാൻ പോലുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ വല്ല ആടിനെയോ പട്ടിയെയോ വളർത്തിക്കൂടെ ഭർത്താവ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക്?
ഇങ്ങനെ എത്ര ബന്ധങ്ങൾ അവർക്ക് കാണും. ഇയാളുടെ പുറകെ കേസുമായി പോയതുപോലെ മറ്റൊരുത്തൻ്റെ പുറകെ പോയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നു അവസ്ഥ. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ സ്ത്രീകൾക്കൊക്കെ ഒരേ സമയം എത്ര പുരുഷന്മാർ വേണം? ശനിയാഴ്ച രാത്രി അരങ്ങേറിയ നാടകത്തിൻ്റെ നിയമവശം പോലീസുകാർ നന്നായി പഠിച്ചു കാണുമല്ലോ. പിണറായി വിജയൻ പറയുമ്പോൾ കാവടിയെടുത്ത് കോമരം തുള്ളുന്ന പോലീസുകാർ ഒരുങ്ങിയിരുന്നു. ഒരുത്തനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കളിച്ച നാടകം വിശേഷമായിരുന്നു, പൊളി. അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ പോലും പാലിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി. ഓൺലൈൻ പരാതി കൊടുക്കുന്നവർ BNS ആക്ട് പ്രകാരം 3 ദിവസത്തിനുള്ളിൽ കൺസേൺഡ് സ്റ്റേഷനിൽ വന്ന് താൻ കൊടുത്ത പരാതി ഓതന്റിക്കേറ്റ് ചെയ്താലേ ആ FIR ലീഗലി രജിസ്റ്റേർഡ് ആവുകയുള്ളൂ. അല്ലാതെ അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാത്ത FIR വെച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അത് പാലിക്കാതെ അറസ്റ്റ് ചെയ്തതിനും ജുഡീഷ്യൽ കസ്റ്റഡിയിലും വിട്ടതിന് സർക്കാർ മറുപടി പറയണം. പരാതിക്കാരിയുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്താതെ എങ്ങനെയാണ് ആരോപണ വിധേയന്റെ പൊട്ടൻസി ടെസ്റ്റ് എടുത്തത്? കാര്യമറിയാതെ ഇതൊക്കെ കൊണ്ടാടുന്നവർ ആലോചിക്കണം. തൻ്റെ വീട്ടിലും ഭാര്യയും മകളും മകനും ഒക്കെയുണ്ട്. ഇതുപോലൊരു പരാതി ആർക്കെതിരെയും വരാൻ ചിന്തിക്കേണ്ട സമയം പോലും വേണ്ടി വരില്ല എന്ന്. രാഹുലിന് ധാർമ്മിക പരാജയം ഉണ്ടായി എന്നത് വസ്തുത. ഒരാളുടെ ജീവിതത്തിൽ കയറി മേയാൻ എളുപ്പമാകും, പക്ഷേ അത് തൻ്റെ ജീവിതത്തിലാണ് സംഭവിച്ചത്. സത്യം മറ്റൊന്നാണ്. തൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകുമോ അതോ രക്തം വരുമോ? ആരെയും ഇല്ലാതാക്കാൻ എളുപ്പമാണ്. ഇതിലും ഭേദം നിങ്ങൾ അയാളെ അങ്ങ് കൊന്നു കളയുകയായിരുന്നില്ലേ? ഇത്തരത്തിലാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. രൂക്ഷമായ വിമർശനമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഡ്വക്കേറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പൂർത്തിയായി. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദം. പ്രോസിക്യൂഷനാണ് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ധരിപ്പിച്ചത്. ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്താണ് ഹാജരായത്. കേസ് അന്വേഷിക്കുന്ന SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം പറയുക. ജാമ്യം നൽകുന്നതിന് ശക്തമായി എതിർത്ത് പ്രോസിക്യൂഷൻ. രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുകയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ലൈംഗിക പീഡന പരാതിയിൽ മറ്റ് 2 കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് കോടതി അറിയിച്ച പ്രോസിക്യൂഷൻ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചു. കേസിൽ പ്രതിയും പരാതിക്കാരെയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. എല്ലാം പരസ്പര സമ്മതത്തോടെയാണ് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം വാദിച്ചു. ഇതിനിടെ പരാതിക്കാരിയുമായുള്ള വാട്സാപ്പ് ചാറ്റുകൾ എന്ന് അവകാശപ്പെട്ട് രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിരുന്നു. 2024 ബലാത്സംഗം ചെയ്യപ്പെട്ടതായി ആരോപിക്കുന്ന യുവതി 3 മാസം മുമ്പ് MLA സ്വകാര്യമായി കാണണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് ഫെനിയുടെ ആരോപണം. അതിന് മറുപടിയുമായി അതിജീവിതയും രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.